ചെയ്ത പ്രവർത്തകരുമായിരുന്നു അവിടെ. ആയിരക്കണക്കിന് ആളുകൾ അഫ്സലിന്റെ ജനാസ സന്ദർശിക്കുകയും മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുകയും ചെയ്തതിന്റെ കാരണം അഫ്സൽ ഒരു വീട് പഠനം അതല്ലെങ്കിൽ വീട് ജോലി, ഈ ഒരു അവസ്ഥയിൽ ആണ് അഫ്സലിന്റെ ജീവിതം ഉണ്ടായിരുന്നതെങ്കിൽ അഫ്സലിന്റെ വീട്ടുകാര്, അവന്റെ കുടുംബങ്ങൾ, അവന്റെ നാട്ടുകാരിൽ ഒഴിവുള്ള ആളുകളൊക്കെ ഇതായിരിക്കും അവന്റെ ജനാസ നിസ്കാരത്തിന്റെ അവസ്ഥ. അതിൽ മയ്യത്ത് നിസ്കാരത്തിനെ കുറിച്ച് പരിചയമില്ലാത്തവരും, ജീവിതത്തിൽ മയ്യത്ത് നിസ്കാരം നടത്താത്തവരും, മയ്യത്ത് നിസ്കാരത്തിന്റെ ഫർളുകൾ അറിയാത്തവരും, അതിന്റെ നിയ്യത്തറിയാത്തവരും ആയിരിക്കും. നമുക്കറിയാലോ നമ്മുടെ നാടുകളിലുള്ള അവസ്ഥകൾ. ഇൽമു പഠിക്കാൻ ചാൻസുകൾ ധാരാളമുണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്താത്ത ഈ കാലഘട്ടത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം SSFന്റെ ഓരോ കർമ്മ പദ്ധതികളും നമ്മൾ പരിശോധിച്ചാൽ SYSന്റെ, മുസ്ലിം ജമാഅത്തിന്റെ ഒക്കെ അതിലെല്ലാം ഒരു മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമുള്ള ഇൽമുകൾ ഓരോ മാസവും പറഞ്ഞു കൊടുക്കാൻ പ്രത്യേക നിർദ്ദേശമാണ്. ഇത് പഠിച്ചു വളർന്ന പ്രവർത്തകരാണ് അഫ്സലിന്റെ ജനാസ നിസ്കാരത്തിൽ പങ്കെടുത്തത്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു വാക്ക് ശ്രദ്ധേയമാണ്. ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ച് ഒരു 3 സ്വഫ് അവനിക്ക് മയ്യത്ത് നിസ്കരിക്കാനുണ്ടായാൽ അവന്റെ സകല ദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. അഫ്സലിന്റെ ജനാസ ഇന്ന് നിസ്കരിക്കാൻ 3 സ്വഫല്ല, 6 അല്ല, 10 അല്ല, നിങ്ങൾക്കറിയാം ധാരാളം ആളുകൾ അവിടെ നിസ്കരിച്ചു. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എനിക്കറിയാം, സുന്നയിൽ ആ കുട്ടി പഠിക്കുന്ന ആ സമയം മുതൽ എനിക്ക് ആ കുട്ടിയെ അറിയാം. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എപ്പോഴും തൊപ്പി വെച്ചുകൊണ്ട് SSFന്റെ, SBS-ന്റെ സകല പരിപാടികളിലും സജീവ സാന്നിധ്യമായിരുന്നവൻ. വളരെ ആത്മാർത്ഥമായി SSFന്റെ സെക്ടർ പ്രവർത്തനങ്ങളിലും യൂണിറ്റ് പ്രവർത്തനങ്ങളിലും മറ്റുള്ള യൂണിറ്റുകൾക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നതിലും സജീവമായിരുന്ന അഫ്സൽ അല്ലാഹുവിന്റെ വിധിക്ക് മുമ്പിൽ കീഴടങ്ങിയിരിക്കുകയാണ്. അവൻ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഖിയാമത്ത് നാൾ വരെ വരുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, ആലിമീങ്ങൾ, സാദാത്തുക്കൾ അവന് വേണ്ടി പ്രാർത്ഥിക്കും എന്നതിൽ ഒരു സംശയവും ഇല്ല. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്ക്, നമ്മുടെ ഈ നെല്ലാപ്പറമ്പിലുള്ള അഫ്സലിന്റെ ജനാസ നിസ്കാരം നെല്ലാപ്പറമ്പിൽ വെച്ച് മാത്രമല്ലല്ലോ നടന്നത്, കേരളത്തിൽ മാത്രമല്ല നടന്നത്, ഇന്ത്യ രാജ്യങ്ങളിലെ വിവിധ സംസ്ഥാനങ്ങളിൽ സുന്നത്ത് ജമാഅത്തിന്റെ കേന്ദ്രങ്ങളിലെല്ലാം, മദീന മുനവ്വറയിൽ, മക്കത്തുൽ മുക്കറമയിൽ നമ്മുടെ പ്രവർത്തകർ ഏതെല്ലാം സ്ഥലങ്ങളിലുണ്ടോ അവിടേക്കെല്ലാം മെസ്സേജ് ചെല്ലുകയാണ്. തുവക്കാട് സെക്ടറിലെ നെല്ലാപ്പറമ്പ് യൂണിറ്റിലെ അഫ്സൽ എന്ന് പറയുന്ന സഹോദരൻ മരണപ്പെട്ടിട്ടുണ്ട്. അവനിക്ക് തഹ്ലീൽ ചെല്ലണം, അവനിക്ക് വേണ്ടി ഖുർആൻ ഓതണം, അവനിക്ക് വേണ്ടി ദിക്റുകൾ ചൊല്ലണം, അവന്റെ പേരിൽ മയ്യത്ത് നിസ്കരിക്കണം. എല്ലാ പ്രവർത്തകരും അത് ഏറ്റെടുത്ത് നിർവഹിക്കുകയാണ്. അല്ലാഹു തആല അഫ്സലിന്റെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ധാരാളം ആലിമീങ്ങൾ അവനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവേ, ജീവിതത്തിൽ അവനിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നീ എല്ലാം മാപ്പ് ചെയ്തു കൊടുക്കണം റഹ്മാനെ. എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറിയ മക്കളും യുവാക്കളുമായ ആളുകളോട് ഞാൻ പറയുകയാണ്, മനുഷ്യന്റെ അവസ്ഥ ഇത്രയാണുള്ളത്. അഫ്സൽ ഒരു കുഴപ്പവുമില്ലാതെ വളരെയധികം ആരോഗ്യവാനായി ഓടി നടന്ന ഒരു പ്രവർത്തകനാണ്. പെട്ടെന്ന് അവനിക്കൊരു പനി ബാധിച്ചു. ആ പനി എന്തോ പേരിൽ ഡോക്ടർമാർ വളർത്തി, എന്തോ പേരാണതിൽ അതിന് പറയുന്നത്. എന്തായാലും അവന്റെ പനി വളർന്ന് വലുതായി. ആ പനി കാരണമാണ് അവൻ മരണപ്പെട്ടു പോയത്. അവന്റെ ആന്തരികാവയവങ്ങൾക്ക് എന്തെല്ലാമോ പോരായ്മകളും ഫാൾട്ടുകളും ഈ പനി കാരണം സംഭവിച്ചു. അഫ്സലിന് ഈ പനി ആരംഭിക്കുന്ന അന്നത്തെ ദിവസം പോലും അഫ്സൽ ചിന്തിച്ചില്ല ഇന്നലെ രാത്രി അവൻ മരണപ്പെടുമെന്ന്. ഓരോരുത്തരും ചിന്തിക്കണം, ഏത് സമയത്തും
ഏത് സെക്കൻഡിലും എപ്പോഴും മരണം നമ്മെ രുചി നോക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ള ആയുസ്, ആ ആയുസ്സിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സേവനങ്ങൾ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നമ്മൾ ചെയ്യണം. നമ്മളൊരു സുന്നത്ത് ജമാഅത്തിന് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും സുന്നത്ത് ജമാഅത്ത് വളർന്നുകൊണ്ടേയിരിക്കും. അത് അല്ലാഹു തആല വളർത്തുക തന്നെ ചെയ്യും. പിന്നെ നമ്മൾ പ്രവർത്തിക്കുന്നത് എന്തിനാണ്? ആഖിറത്തിൽ നമുക്ക് രക്ഷപ്പെടാനാണ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഫാഅത്ത് ചെയ്യുമ്പോ, അല്ലാഹുവേ, എന്റെ ദീനിനാൻ ഇവർ സുന്ദരമായി പ്രബോധനം നടത്തി, ഇവിടെ ഇല്ലാത്തവർ ഹാജറില്ലാത്തവർ, ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് സ്വഹാബത്ത് കൈമാറി താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, സലഫുസ് സാലിഹീങ്ങൾ ഇങ്ങനെ പോന്ന ഇക്കാലഘട്ടത്തിലുള്ള ആളുകളിൽ എത്തി. അങ്ങനെ നമ്മളിൽ ഇന്ന് ദീനെത്തിയിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ